ഈശോയിൽ സ്നേഹമുള്ളവരെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അതായത് അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ് ദൈവം അബ്രാഹത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. അബ്രഹാം അത് ശ്രദ്ധിച്ചില്ല. ദൈവം എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. ഇന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. ഈ ശ്രദ്ധയില്ലായ്മയാണ് അനുഗ്രഹം വരാത്തതിൻ്റെ ഒരു തടസ്സം. ഇല്ല, പഠിക്കുന്ന കുട്ടിയെ എല്ലാ അമ്മമാരും മാതാപിതാക്കളും കുട്ടികളുമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട് ആവേ മരിയ സെൻറ്ററിൽ. അപ്പം അവരോട് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നന്നായിട്ട് ഉറങ്ങണമെന്നാണ് പറയാം. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. നന്നായിട്ട് പഠിക്കണം, കഠിനമായിട്ട് പഠിക്കണം. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫോണുണ്ട്, ഉറങ്ങാൻ സ്വന്തമായിട്ടുള്ള റൂമുണ്ട്. അവരെ ഫോണുമായിട്ട് അങ്ങ് പോവും. എന്നിട്ട് രാത്രി ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കും. ഞാൻ ഈ ചെറിയ കുട്ടികളെക്കുറിച്ചല്ല, മുതിർന്ന ആളുകൾ, ഇപ്പോൾ ഒരു +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ഫോണൊക്കെ നോക്കിയിരിക്കും. അവർ ഉറങ്ങിയൊന്നുമില്ല. അവർ ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അങ്ങനെ വരുമ്പോഴും അവർക്ക് ഉറങ്ങിയാൽ മാത്രമേ ബ്രെയിനിന് നല്ല റെസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ ബ്രെയിന് റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വെറുതെ കസേരയിൽ ചാരിയിരുന്നാലും നമ്മൾ ബ്രെയിന് റെസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മളിങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് ബ്രെയിന് റെസ്റ്റ് കിട്ടുന്നത്. ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ മെമ്മറി, ഓർമ്മശക്തി അത് ഷാർപ്പാവുള്ളൂ. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അതിൻ്റെ ഒരു നല്ല ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ ബ്രെയിൻ റെസ്റ്റ് കിട്ടണം. ഇനി പഠിക്കുന്ന സമയത്ത് നല്ല മൈൻഡ് പ്രസൻസ് ആയിരിക്കണം. മനസ്സാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ്, അത് നമുക്ക് ആവശ്യമാണ്. അതില്ല എങ്കിൽ പഠനമൊന്നും പഠിക്കാൻ പറ്റില്ല. പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും, ഔട്ട് ഓഫ് മൈൻഡ്. അത് പരീക്ഷ സമയത്തും വേണം, പഠിക്കുന്ന സമയത്തും വേണം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം നന്നായിട്ട് ഉറങ്ങണം, പിന്നെ നന്നായിട്ട് പഠിക്കണം, എന്നിട്ടാണ് ദൈവാനുഗ്രഹം. ഇതൊന്നും ചെയ്യാതെ ദൈവാനുഗ്രഹം എങ്ങനെ വർക്കൗട്ടാകാനാ? അപ്പോൾ ഇത് പറയുമ്പോൾ മാതാപിതാക്കൾ മക്കളെ നോക്കും, മക്കൾ ചിരിക്കും. കാരണം മക്കൾ മാതാപിതാക്കളെ കബളിപ്പിക്കാറുണ്ട്, പഠിക്കുകയാണെന്ന് അവർ കാണിക്കാറുണ്ട്. കാണിച്ചിട്ട് കാര്യമില്ല, അവരെ തന്നെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴും മാർക്കൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴും അമ്മമാർ നീ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാർക്ക് കിട്ടിയേനെ. മക്കളും പറയും, അമ്മ ശരിയാണമ്മ, ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാർക്ക് കിട്ടിയേനെ. അപ്പോൾ ശ്രദ്ധിക്കാല, പറയണമൊന്നും ശ്രദ്ധിക്കാല. എടാ പഠിക്കട, എടാ നേരെ കാലത്തും കിടന്ന് ഉറങ്ങടാ, ഫോൺ മാറ്റി വെക്കട, ശ്രദ്ധിക്കൂല. ഇതൊന്നും ശ്രദ്ധിക്കൂല. അപ്പോഴാണ് കൂട്ടുകാരായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനും അങ്ങനെ സമ്പർക്കങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തുന്നത്. ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ലോകത്താർക്കും നമ്മൾ അറിയില്ല. ചിലപ്പോൾ അയൽ വീട്ടുകാർക്ക് പോലും നമ്മൾ അറിയാൻ പറ്റണമെന്നില്ല. കാരണം സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാറ്റിങ്ങും സോഷ്യൽ മീഡിയ വഴി ഈ കുട്ടികളെ ലോകം മുഴുവൻ അറിയാം. ഇല്ലാത്ത കൂട്ടുകാരില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധ പോകാനുള്ള വഴികളുമായി. ഇപ്പം ശ്രദ്ധിച്ചത് അബ്രാഹത്തോട് പറഞ്ഞത്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. ആരെയും കൂടെ കൂട്ടരുത്. ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. പക്ഷെ അബ്രഹാം അത് ശ്രദ്ധിച്ചില്ല. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ പുറപ്പെട്ടു. ലോത്തും അബ്രാം ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി.
ഭാര്യ സാറയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. അബ്രാം ശ്രദ്ധിച്ചില്ല, കൊണ്ടുപോരുതെന്നാ പറഞ്ഞത്. അബ്രാം ശ്രദ്ധിച്ചില്ല, കൂടെ കൊണ്ടുപോയി. ഇനി തുടർന്ന് ഇന്നിപ്പോൾ 9 വരെ ഉള്ളൂ, 12-ാമത്തെ അധ്യായം 1 മുതൽ 9-ാം വാക്യം വരെ ഇന്നത്തെ കാര്യമുള്ളൂ. അതിന് ഈ നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത്, ഈ അനുഗ്രഹം വന്നത് അത് 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. 12-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ അനുഗ്രഹം വന്നത് 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭാര്യ സാറയെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് ഈജിപ്തിലേക്ക് പോയി. അപ്പം ഫറവോ തൻ്റെ ഭാര്യ അടിച്ചു മാറ്റുമെന്ന് കരുതി സഹോദരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫറവോ ഈ സാറായെ വിവാഹം കഴിച്ചു. പിന്നെ ഫറവോ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിൻ്റെ ഭാര്യയാണെന്ന്, ഞാൻ നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ പൊക്കോ, ഇവിടെ നിന്ന് പൊക്കോ. ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രഹാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയും അവൻ്റെ വസ്തുവകളും കൂടെ യാത്രയാക്കി. നീ സ്ഥലം വിടുക, ഇതാ നിൻ്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പൊക്കോ, നീ ഇവിടെ വേണ്ട. ഇത് ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ടു പോകാൻ പറഞ്ഞിട്ട് ഭാര്യ സാറയും ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഇനി ലോത്തിനെ കൂടെ കൊണ്ടുപോയി. 13-ാമത്തെ അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ കൂടെയുള്ള ലോത്ത്, അത് പിന്നെയും പറയുന്നുണ്ട്. ഇങ്ങനെ 13-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥതയുണ്ടായി. അതിന് കാരണമുണ്ട്, കൂടെ പാർക്കാൻ പറ്റാതായി. ഒന്നാമത്തെ കാര്യം, സ്ഥലമില്ല. എല്ലാവർക്കും ഭയങ്കര സ്വത്ത്, ലോത്തിന് സ്വത്ത്, അബ്രാത്തിന് സ്വത്ത്, ഇത് സ്ഥലമില്ല, ഒന്നിച്ച് പാർക്കാൻ പറ്റാതായി. 13-ാം അധ്യായം ഉൽപ്പത്തി 13:6 അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു, ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അതിനിടയ്ക്കാണ് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. ഈ അബ്രാത്തിൻ്റെ കൂലിക്കാരും വേലക്കാരും ലോത്തിൻ്റെ വേലക്കാരും തമ്മിൽ ജോലി സ്ഥലത്ത് തർക്കമുണ്ടായി. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴും അബ്രഹാം പറഞ്ഞു, നീ എൻ്റെ പിരിഞ്ഞു പോവുക. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. അപ്പോഴാണ് അബ്രാത്തിന് ബോധം ഉണ്ടായത്, നീ എന്നെ വിട്ടുപോയിക്കോ, ഇത് നമ്മൾ കൂടെ എന്നാൽ ശരിയാകല. ദൈവം എന്താ പറഞ്ഞത്? കൂടെ കൂട്ടരുത്, ആരെയും കൂടെ കൂട്ടരുത് എന്നാണ് പറഞ്ഞത്. അബ്രഹാം പിന്നെ പറഞ്ഞു, നീ പിരിഞ്ഞു പോവുക. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ ചൊവ്വയായത്. 14-ാമത്തെ വാക്യം മുതൽ അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. മനസ്സിലായോ? ദൈവം പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ ഒരു കാര്യം ഇത് നമുക്കൊരു ധ്യാന ചിന്തയ്ക്കെടുത്താൽ മതി. അങ്ങനെ നിർത്തേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മദ്യപാനവും പുകവലിയും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. മനസ്സിലായി? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ദുരിതം ചമക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഈ തിരുഹൃദയ മാസത്തിൽ ആ പ്രാർത്ഥന മുറിയിലൂടെ ഒക്കെ ഒന്ന് കടന്നു ആ തിരുഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഇവിടെ ഈ തീർത്ഥാടനത്തിന് വന്നിട്ട് ഇതൊരു ടൂർ പ്രോഗ്രാം പോലെ ആക്കി, ചിലപ്പോൾ മദ്യപാനം അതൊക്കെ ആക്കി അങ്ങനെ വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനുഗ്രഹം കിട്ടുമായിരുന്നല്ലോ. ഇത് നല്ലൊരു മരിയൻ അഭിഷേക കേന്ദ്രമല്ലേ, മാതാവിൻ്റെ അഭിഷേകമുള്ള സ്ഥലമല്ലേ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനുഗ്രഹം വരുമായിരുന്നല്ലോ. അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെ ആ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് പോയപ്പോഴും അവന് പന്നിക്കൂട്ടി കിടന്നപ്പോഴാണ് അവന് മനസ്സിലായത് ആ പിതാവിൻ്റെ സ്നേഹം. അതുകൊണ്ട് പന്നിക്കൂടുകളൊക്കെ ഉപേക്ഷിക്കൂ, പിതാവിൻ്റെ സ്നേഹത്തെ ശ്രദ്ധിക്കൂ. പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായി. ഇതുപോലെ എത്ര കാര്യങ്ങൾ പഠനത്തിൻ്റെ മേഖല എടുക്കാം. ചിലപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ, നീ ഒന്ന് ശ്രദ്ധിക്കുക, നീ ഒന്നൊന്ന് ഫോൺ ചെയ്ത് നോക്ക്, നീ ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറയുമ്പോഴും എനിക്കിതൊക്കെ പറ്റുള്ളൂ, ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, എനിക്ക് പറ്റിയൊന്നുമില്ല, ഞാനിങ്ങനെയൊക്കെയാണ്
എന്നെ സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന വർത്തമാനമില്ലേ? ഒന്ന് ശ്രദ്ധിക്കാൻ പാടില്ല, ഒന്ന് കീഴടങ്ങി കൊടുക്കാൻ പാടില്ല, ഒന്നനുസരിച്ചിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് സ്വസ്ഥമായിരുന്നെങ്കിൽ, നീ പ്രാർത്ഥനാ മുറിയിൽ, പള്ളിയിൽ നീ ഒരു 5 മിനിറ്റെങ്കിലും നീ ഒന്ന് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിരുന്നെങ്കിൽ നിനക്ക് പറഞ്ഞ മനസ്സിലാകാത്ത കാര്യങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമായിരുന്നല്ലോ. ആ പന്നിക്കൂട്ടിൽ ധൂർത്തപുത്രന് ആരാ പറഞ്ഞു കൊടുത്തത്? ആര് പറയാനുണ്ട്? ഒരാട് ജീവിതം പോലെയുള്ള ജീവിതം ആര് പറഞ്ഞു കൊടുക്കാനുണ്ട്? സ്വയം ഉള്ളിൽ നിന്നൊരു ശക്തി വരണം. അതുകൊണ്ടാണ് അവന് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ ദേവാലയത്തിലൊന്ന് സ്വസ്ഥമായിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് രാവിലെ കുറേ നേരം കിടന്നുറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് രാത്രി പിന്നെയും വൈകി വന്ന് കിടന്നുറങ്ങി. എപ്പോഴാണ് പ്രിയ ദൈവവൈതലൻ നീ സ്വസ്ഥമായിട്ടൊന്നിരിക്കുന്നത്? നീ സ്വസ്ഥമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് കുറേ കാര്യങ്ങൾ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ആരും പറഞ്ഞു തന്നിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകും. ഈ തിരുഹൃദയ മാസം അടുത്ത ഞായറാഴ്ച തിരുഹൃദയ തിരുനാളാണ്. ശരിക്കും വെള്ളിയാഴ്ചയാണ് നമ്മളത് ആഘോഷിക്കുന്നത്, ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ തിരുഹൃദയ മാസത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ കുറച്ച് ശാന്തതയും സ്വസ്ഥതയൊക്കെ നമുക്ക് ഉണ്ടായാൽ നല്ലതല്ലേ? ഈ തിരുഹൃദയ മാസത്തിൻ്റെ സുഹൃത ജപം അറിയാമല്ലോ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ വരും. ഇവിടെ വന്നിട്ട് പോലും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരു ശ്രദ്ധയുമില്ലാതെ നടന്നാൽ, ഈശോയെ ശ്രദ്ധിച്ച് നടക്കേണ്ടതിന് പകരം മറ്റു പല കാര്യങ്ങളും, മറ്റ് ദുരാചാരങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാണ്. നീ ഒന്ന് ശ്രദ്ധിക്കൂ. നിന്നോട് പറയുന്നത് 40 വട്ടം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമകനെ, ശ്രദ്ധിക്കുമകനെ, പള്ളിപ്പോമകനെ, കുമ്പസാരിക്കുമകനെ, നീ എന്തേ ശ്രദ്ധിക്കാത്തത്? നീ ശ്രദ്ധിക്കൂ. നിന്നെ ദൈവം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നീ ഒന്ന് ശ്രദ്ധിക്കൂ. പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? ശ്രദ്ധിക്കൂ. മറിയം നമ്മളോടിന്ന് പറയും, അവൻ പറയുന്നത് ചെയ്യുവിൻ അല്ലേ? മറിയം എപ്പോഴും പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ. എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നത് അത് തന്നെയാണ്. ഈശോയുടെ കൂടെ നടന്നിട്ട് ഉള്ളിൽ കിട്ടിയ ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചത് കാണിച്ചു തന്നില്ലേ? മാതാവ് ദൈവമല്ലല്ലോ. ഈശോയെ ആരാധിച്ച് ബഹുമാനിച്ച് ഈ ഉള്ളിക്കിട്ടിയ ഈശോയെ കൊണ്ടു നടന്നവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ആ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈശോയെ ശ്രദ്ധിക്കൂ. മറിയം പറയുന്നത് അത് തന്നെയാണ്, ഈശോയെ ശ്രദ്ധിക്കൂ. നീ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നീ ഈശോയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ നിനക്ക് അനുഗ്രഹം കിട്ടാത്തത്. ഈശോയെ നീ ശ്രദ്ധിക്കൂ. ഈശോയുടെ കുരിശുമരണത്തെ ശ്രദ്ധിക്കൂ. നിന്റെ കുംഭസാര ജീവിതത്തെ ശ്രദ്ധിക്കൂ. നിന്റെ കുർബാന ജീവിതത്തെ നീ ശ്രദ്ധിക്കും. നിന്റെ കുടുംബ പ്രാർത്ഥനയെ നീ ശ്രദ്ധിക്കൂ. നിന്റെ ദൈവകൽപ്പന ജീവിതത്തെ നീ ശ്രദ്ധിക്കും. നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയത്തിൽ മറ്റു പലരെയും, ദൈവത്തിന് പകരം മറ്റു പലരെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ശ്രദ്ധ കിട്ടും? നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ജീവിത പങ്കാളിക്ക് പകരം മറ്റു പലരെയും പ്രതിഷ്ഠിച്ചു വെച്ചാൽ നിനക്ക് കുടുംബജീവിതത്തിൽ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഈശോയുടെ ഹൃദയം, ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഭൂമിയിലേക്ക് വരിക, മരിക്കുക. ഈശോ അത് ശ്രദ്ധയോടെ ചെയ്തു. അതാണ് ഈശോയുടെ ഹൃദയം. പിതാവിനോടുള്ള ഈശോയുടെ ആ ഒരു കൂടിച്ചേരൽ, ആ ഒരു ഹൃദയം. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങ്
അങ്ങേ ഹൃദയം പോലാക്കണമേ. ആമേൻ.